അപ്പൊ ഇന്ന് നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. റിവൈസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം ഇതൊന്നുമില്ല, നമുക്ക് നേരെ നമ്മുടെ സെഷനിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് നോട്ട് എന്നാണ്. അവിടെ ഇത് ശ്രദ്ധിക്കുക, ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ മിക്കതും ഈ നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തുന്നത്, നമ്മൾ ശ്രദ്ധിക്കാതെ തെറ്റുകൾ വരുത്തുന്നത്. അപ്പോ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഇതില് എന്തല്ല എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഒന്ന് അനൈസോട്രോപിക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിയാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്. ഓക്കെ, അപ്പോ അത് ശരിയാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഐസോട്രോപിക് എന്നാണ്. ഹാർഡൻ ഡെൻസും എന്തായാലും അല്ല, നമുക്കത് കളയാം. ഒന്നുകിൽ ഐസോട്രോപിക് ആയിരിക്കും അല്ലെങ്കിൽ അനൈസോട്രോപിക് ആയിരിക്കും. അതുകൊണ്ട് ഹാർഡും ഡെൻസും നമുക്കെടുത്ത് കളയാം. അപ്പൊ ബാക്കിയുള്ളതില് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്തല്ല, ഐസോട്രോപിക് അല്ല. അപ്പൊ ദ പ്രോപ്പർട്ടി ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് നോട്ട് ഐസോട്രോപിക് എന്ന് പറഞ്ഞാലേ ഈ ഒരു ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്, അനൈസോട്രോപിക് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരും. ഓക്കെ, ഓപ്ഷൻ ബി ഐസോട്രോപിക് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ നമുക്ക് ന്യൂമറിക്കൽസും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും രണ്ടിനും തിയറിയും അതുപോലെ ന്യൂമറിക്കൽസും രണ്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണിത്. അപ്പോൾ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോളിക്കുലാർ ക്രിസ്റ്റൽ. ഇതില് മോളിക്കുലാർ ക്രിസ്റ്റൽ ഏതാണെന്നാണ്. അപ്പൊ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് നമ്മൾ പഠിച്ചു. കോവാലന്റ് ക്രിസ്റ്റൽസ് പഠിച്ചു, അയോണിക് ക്രിസ്റ്റൽസ് പഠിച്ചു, മോളിക്കുലാർ പഠിച്ചു, അങ്ങനെ പല ടൈപ്പും പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ ഏതാണ് ഒരു മോളിക്കുലാർ ക്രിസ്റ്റൽ എന്നാണ്. അപ്പൊ റോക്ക് സോൾട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡ്രൈ ഐസ്. യെസ്, കറക്റ്റാ, ഡ്രൈ ഐസ് ആണ് ആൻസർ. കാരണം റോക്ക് സോൾട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ NaCl ആണ്, ഉപ്പാണ്. അപ്പൊ അതെന്താണ്, അത് അയോണിക് ആണ്, പൂർണ്ണമായിട്ടും അതൊരു അയോണിക് ക്രിസ്റ്റൽ ആണ് റോക്ക് സാൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വാർട്സ് ആണ്. അപ്പൊ ക്വാർട്സ് എന്ന് പറയുമ്പോൾ യെസ്, അപ്പോ കറക്റ്റ് ആൻസർ ഡ്രൈ ഐസ് ആണ്. റോക്ക് സാൾട്ട് NaCl ആണ്, അതൊരു അയോണിക് ക്രിസ്റ്റൽ ആണ്. ഇത് അയോണിക് ക്രിസ്റ്റൽ ആണ്. രണ്ടാമത്തെ ക്വാർട്സ് ആണ്. ക്വാർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലിക്ക SiO2 ആണ് സിലിക്ക. അപ്പൊ അത് കോവാലന്റ് ആണ്, ഇത് കോവാലന്റ് ആണ്. അതുപോലെ നമുക്കറിയാം ഡയമണ്ടും നമ്മൾ പഠിച്ചു, അത് കോവാലന്റ് ആണ്. അപ്പോ ഇതില് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡ്രൈ ഐസ് ആണ്. കാരണം ഡ്രൈ ഐസ് എന്ന് പറയുമ്പോൾ സോളിഡ് CO2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡിഫൈ ചെയ്ത ഫോം ആണ്. അതൊരു പൂർണ്ണമായിട്ട് ഒരു മോളിക്കുലാർ ക്രിസ്റ്റൽ ആണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ഡ്രൈ ഐസ് എന്ന് പറയാം. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് മോളിക്കുലാർ സോളിഡ് വെൻ സോളിഡിഫൈഡ്. ഓക്കെ, ഇതിൽ സോളിഡിഫൈ ചെയ്യുമ്പോൾ മോളിക്കുലാർ സോളിഡ് ആയിട്ട് മാറുന്നത് ആരാണെന്നാണ്. അപ്പൊ വീണ്ടും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതാ ആൻസർ പറയാൻ പറ്റുമോ? സോളിഡിഫൈ ചെയ്യുമ്പോൾ മോളിക്കുലാർ ഇത് ഏതും ഓരോന്നും ഓരോ ടൈപ്പ് ഏതാണെന്ന് നോക്കിയാൽ മതി. യെസ്, മീഥേൻ ആണ്. കാരണം സിലിക്കൺ കാർബൈഡ് നമുക്കറിയാം, സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് കോവാലന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കോവാലന്റ് ആണ്. രണ്ടാമത്തെ കാൽഷ്യം ഫ്ലൂറൈഡ് ഒക്കെ വരുമ്പോഴേ നമുക്കറിയാം കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കില്ല ഫ്ലൂറിനൊന്നും. കാരണം അത്രമാത്രം ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളാണ് ഫ്ലൂറിൻ. അപ്പൊ അത്രമാത്രം ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഇതല്ല, ഇതൊരു അയോണിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, അയോണിക് ആയിട്ടുള്ള ഒരു മോളിക്കുലാർ ക്രിസ്റ്റൽ ആണ്. അത് റോക്ക് സാൾട്ട് NaCl നമ്മുടെ അയോണിക് ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. സിലിക്ക നമ്മൾ നേരത്തെ കണ്ടു, അതും കോവാലന്റ് ആണ്. ഓക്കെ, അപ്പോ മീഥേൻ എന്ന് പറയുമ്പോൾ നമ്മുടെ CH4 ആണ്. അപ്പൊ സോളിഡിഫൈ ചെയ്യുമ്പോൾ അതൊരു മോളിക്കുലാർ ക്രിസ്റ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ മോളിക്കുലാർ ക്രിസ്റ്റൽ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അയോണിക് സോളിഡ്സ് വിത്ത് ഷോർട്ട് കീ ഡിഫക്ട്സ് മേ കണ്ടെയ്ൻ ഇൻ ദ സ്ട്രക്ചർ. അപ്പോ ഷോർട്ട് കീ ഡിഫക്റ്റ് ഉള്ള അയോണിക് സോളിഡില് പ്രധാനമായിട്ടും എന്താണ് കാണുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. ഓക്കെ, യെസ്, അപ്പോ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ വേക്കൻസീസ് ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇതും ഡയറക്റ്റ് ആണ്. The correct statement regarding ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റിയിട്ട് അപ്പൊ ഇതിൽ എല്ലാ ഡിഫെക്ട്സും നമുക്ക് പറയുന്നുണ്ട്, ഫ്രങ്കിലും ഷോർട്ട് കീ ഒക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഒറ്റ ഇതിൽ വായിക്കുമ്പോൾ തന്നെ, എക്സാമ്പിൾ എടുക്കുമ്പോൾ ഒറ്റ ഇതിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഏതാ? Fungal defect decrease the density of crystallization. ഷോർട്ട് കീ ആ ഡിക്രീസ് ചെയ്യുന്നല്ലേ? എന്താ? ഷോർട്ട് കീയിലല്ലേ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്? ഈ ഒരു സി ഓപ്ഷൻ, ഹാലൈഡ്സ് ഓഫ് സിൽവർ. യെസ്, ഫ്രംഗൽ ഡിഫെക്ട്സ് ഫൗണ്ട് ഇൻ ഹാലൈഡ്സ് ഓഫ് സിൽവർ. കാരണം ഫ്രംഗൽ ഡിഫെക്ട്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് കീ ഡിഫെക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് അവിടെ നിന്ന് മിസ് ആവുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, നമ്പർ കുറയുന്ന അനുസരിച്ച് അവിടെ ഡെൻസിറ്റി കുറയും. പക്ഷെ ഫ്രംഗൽ ഡിഫെക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലോട്ട് ആനയോൺസ് മൂവ് ചെയ്യുന്ന ഡിഫക്റ്റ് ആ ഫ്രംഗൽ ഡിഫെക്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിഫക്റ്റ് കാണിക്കണമെങ്കിൽ, ഫ്രംഗൽ ഡിഫക്റ്റ് കാണിക്കണമെങ്കിൽ ഈ അയോണിക് സൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് വേണം. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സിൽവറിന്റെ ഹാലൈറ്റ്സ് AgCl, AgBr അതുപോലെയുള്ള സിൽവറിന്റെ ഹാലൈറ്റ്സ് ഫ്രംഗൽ ഡിഫക്റ്റ് കാണിക്കും എന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ടിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോ ഓപ്ഷൻ സി, ഫ്രംഗൽ ഡിഫക്റ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹാലൈറ്റ്സ് ഓഫ് സിൽവർ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം, ദ ഡിഫക്ട് ദാറ്റ് ഈസ് മോർ ലൈക്ലി ടു ഒക്കർ ഇൻ NaCl. വളരെ ഈസിയാണ്. NaCl കാണപ്പെടുന്ന ഏറ്റവും സാധ്യതയുള്ള ഡിഫക്ട് ഏതാണ്? NaCl, അത് ഡയറക്റ്റ് എക്സാമ്പിൾ ആണ്. എന്തായാലും ഓൾ ഓഫ് ദി എബോവ് അല്ല. ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. NaCl കാണിക്കുന്ന ഡിഫക്റ്റ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി, ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. സാർ, ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ വരുന്നതല്ലേ? അതെ. അപ്പൊ ആ ഓപ്ഷൻ എ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ തന്നെയാണല്ലോ ഫ്രംഗലും ഷോർട്ട് കീയും വരുന്നത്. അപ്പൊ അതിൽ കുറെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള, കുറെ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ അതിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റിൽ തന്നെ നമുക്ക് ഫ്രംഗലും സ്റ്റോഷിയോമെട്രിക്കിൽ തന്നെയാണ് നമുക്ക് രണ്ടും വരുന്നത്. അപ്പൊ അതിൽ കുറെ കൂടെ ആൻസർ സ്പെസിഫിക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ഫ്ലെയിം കളേഴ്സ് ഓഫ് മെറ്റൽ അയോൺസ് ആർ ഡ്യൂ ടു. ഫ്ലെയിം കളേഴ്സ്, ഈ മെറ്റൽ അയോൺസ് ഇങ്ങനെ ഫ്ലെയിംസ് കാണിക്കും, അത് എന്തുകൊണ്ടാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാല് മെറ്റൽ എക്സസ്, അതായത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ്. ആൻസർ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി തന്നെയാണ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരനെയാണ് മെറ്റൽസ് എന്ന് പറയുക. അതാണ് മെറ്റാലിക് പ്രോപ്പർട്ടി. മെറ്റാലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ്. അപ്പൊ ഇത്തരത്തില് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഇത് കാണിക്കുമ്പോൾ ഈ പോസിറ്റീവ് അയോൺസിന്റെ പ്രസൻസ് കൂടുതലായിരിക്കും ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റില്. അപ്പൊ അതിനെ വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നെഗറ്റീവ് അയോൺസ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. സോ ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ വരുന്നത് ഈ നെഗറ്റീവ് അയോൺസ് ഇരിക്കുന്ന സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഹോൾസ് ആയിരിക്കും. ഓക്കെ, അവിടെ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഹോൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് സെന്റേഴ്സ്. ഓക്കെ, അപ്പൊ മെറ്റൽ എക്സസ് ഡിഫക്റ്റില് ഈ ആനോഡിക് വേക്കൻസി അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസിന്റെ വേക്കൻസി കാരണം ഉണ്ടാവുന്ന ഹോൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് സെന്റേഴ്സ് എന്ന് പറയും. എഫ് സെന്റേഴ്സ്. അപ്പൊ ഈ എഫ് സെന്റർ, ഹലോ, എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വന്നിരിക്കുമ്പോഴല്ലേ എഫ് സെന്റർ ഫോം ചെയ്യുന്നത്? യെസ്. അപ്പൊ ആ ഹോൾസിലാണല്ലോ ഇലക്ട്രോൺ വന്നിരിക്കുക. അപ്പോ ഈ എഫ് സെന്റർ ആണ് കളറിന് കാരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ ഉണ്ടാക്കുന്ന കളറിന് കാരണം ഇത്തരത്തിലുള്ള എഫ് സെന്റേഴ്സിന്റെ ഫോർമേഷൻ ആണ്. അപ്പോ ഈ എഫ് സെന്റർ ആണ് അവിടെ ഈ കളറ് ഇമ്പാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്. സോ എഫ് സെന്റർ ആണ് നമ്മുടെ ഇവിടെ
ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. എഫ് സെന്റർ ഈസ് ദ ആൻസർ. ഇനി ഡി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഈസ് ദ ആൻസർ. റീസൺ ആണ് നമ്മൾ പറഞ്ഞ എഫ് സെന്റേഴ്സിന്റെ ഫോർമേഷൻ. അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 1.54 ആങ്സ്ട്രം. കൺവേർഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ബ്രാഗ്സ് ഇക്വേഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളത് ആങ്സ്ട്രമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസേഴ്സും ആങ്സ്ട്രമിൽ തന്നെ ആയിരിക്കും. എന്നാലും 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ആങ്സ്ട്രം എന്താണ്, നാനോമീറ്റർ എന്താണ്, പൈക്കോമീറ്റർ എന്താണ്, മൈക്രോമീറ്റർ എന്താണ്, ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻6 വരും. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹ വരും. പൈക്കോ എന്ന് പറയുമ്പോൾ 10⁻12 വരും. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അതിന്റെ ആവശ്യമില്ല, കാരണം ഇതും ആങ്സ്ട്രം ആണ്, ഇതും ആങ്സ്ട്രം ആണ്. എന്നാൽ നമുക്ക് നോക്കാം. എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 1.54 ആങ്സ്ട്രം ആർ ഡിഫ്രാക്റ്റഡ് ബൈ എ ക്രിസ്റ്റൽ. The first order Bragg reflection occurs at theta is equal to 30 degree. Then the interplanar spacing. അപ്പോൾ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്റർപ്ലേനാർ സ്പേസിംഗ് അതിന് നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? എൽ ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. ഹലോ, 1.54 ആണ് ആൻസർ. യെസ്, ആൻസർ 1.54 തന്നെയാണ്. ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം, കാരണം ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിലും തീറ്റ 30 ഡിഗ്രിയാണ്. അപ്പൊ എന്തായാലും നമുക്കതൊന്ന് ചെയ്യാം. സോ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 1 ആവും. ലാംഡ തന്നിട്ടുണ്ട് 1.54 ആങ്സ്ട്രം ആണ്. അതുപോലെ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡി നമുക്ക് അറിഞ്ഞുകൂടാ. തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ആണ്. സൈൻ 30, അതുപോലെ ഈ 30, 60, 45, 90 ഈ ആംഗിൾസിന്റെ വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കുക. അത് ആ ട്രയാങ്കിളിനെ ബേസിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ട്രിഗണോമെട്രിയിലെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസും അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ. അപ്പോ 90:60:30 വരുന്ന ട്രയാങ്കിൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:√3:1 ആണ്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയാണ് നമ്മൾ ഈ ഇത് എടുക്കുന്നത്. ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് n ലാംഡ, അപ്പൊ 1 ഈസ് ഈക്വൽ ടു n 1 ആണ്. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 1.54 ഈക്വൽ ടു 2 ഇൻറ്റു ഡി ഇൻറ്റു 1/2 എന്ന് വരും. സോ ഇത് ഡയറക്റ്റ് ക്യാൻസൽ ആയി പോകുന്ന വാല്യൂസ് ആണല്ലോ. അപ്പോ ഡി ഈസ് ഈക്വൽ ടു 1.54 ആങ്സ്ട്രം എന്ന് തന്നെയാണ് വരിക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ 1.54 ആങ്സ്ട്രം ഈസ് ദ ആൻസർ. ബ്രാഗ്സ് ഇക്വേഷനിൽ നിന്ന് വരുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതുകൊണ്ട് അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും ബ്രാഗ്സ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. The first order diffraction angle of a crystal is 15 degree. If the wavelength is doubled while the interplanar spacing remains constant, the diffraction angle becomes approximately. ആ ബ്രാഗ്സ് ഇക്വേഷൻ മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ബേസിക് ഇക്വേഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അതിങ്ങനെ മാറ്റിയും മറിച്ചും ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ n ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, n ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്കിവിടെ ഫസ്റ്റ് കേസ് അപ്ലൈ ചെയ്യാം. ഓരോ കേസായിട്ട് ഞാൻ എഴുതാൻ നിൽക്കുന്നില്ല, അത് ടൈം കുറച്ച് കൺസ്യൂം ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിൽ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. അപ്പൊ തീറ്റയ്ക്ക് പകരം സൈൻ 15 എന്ന് നമുക്ക് എഴുതാം, കാരണം അവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് കേസിൽ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ഇതാണ്. ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ആംഗിൾ 15 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കേസിൽ തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ളത് ആ ഇന്റർപ്ലേനാർ സ്പേസിംഗ്, ആ സ്ലിറ്റുകൾ തമ്മിലുള്ള ദൂരം, ആ ഒരു ഡി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് കേസിൽ എഴുതാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വേവ് ലെങ്ത് ഡബിൾ ചെയ്യാണ്. അപ്പൊ വേവ് ലെങ്ത് ഡബിൾ ചെയ്യുമ്പോൾ സെക്കൻഡ് കേസിൽ ലാംഡയ്ക്ക് പകരം നമുക്ക് 2 ലാംഡ എന്ന് എഴുതാം. അപ്പൊ 2 ലാംഡ ഇസ് ഈക്വൽ ടു ഇന്റർപ്ലേനാർ സ്പേസിംഗ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2d ഇൻറ്റു സൈൻ വാല്യൂ സൈൻ തീറ്റ എന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, ആ ആംഗിൾ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ആ ആംഗിളിനെ സൈൻ തീറ്റ എന്ന് തന്നെ വിളിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഇക്വേഷനൊക്കെ വരുമ്പോഴത്തേക്ക്
നമുക്ക് സമയം കുറച്ചുകൂടെ ലാഭിക്കാനായിട്ട്, റെസിപ്രോക്കൽ എടുക്കുന്ന സമയം കൂടെ ലാഭിക്കാനായിട്ട് നമുക്ക് ഏതാണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ കണ്ടുപിടിക്കാനുള്ള വാല്യൂ നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുന്ന രീതിയിൽ വേണം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ന്യൂമറേറ്ററിൽ വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണല്ലോ. അപ്പൊ നമുക്കിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ എന്താണ് 2 ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 ഡിവൈഡഡ് ബൈ 1 ആണ്. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ 2 ഇതാണ്, ഡിവൈഡഡ് ബൈ 1 എന്താണ്, ലാംഡ ഈക്വൽ ടു 2d സൈൻ 15 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ 2d ക്യാൻസൽസ്, ലാംഡ ക്യാൻസൽസ്. അപ്പൊ എന്താണ്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 15 എന്ന് വരും. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ സൈനിന്റെ വാല്യൂ, ഈ സൈൻ 15ന്റെ ഒക്കെ വാല്യൂ തന്നിരിക്കും. അപ്പൊ ഇവിടെ അത് വിട്ടുപോയതാണ്. ഇതേപോലെ സൈൻ വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ഈ 30, 60 അതൊന്നും തരില്ല. പക്ഷെ സൈൻ 15 ഒന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അതിന്റെ ഇതെടുക്കണം, അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും അത്രയും ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കില്ല, അത് ഷുവർ ആണ്. അപ്പൊ സൈൻ 15ന്റെ വാല്യൂ തന്നിരിക്കും. അപ്പോ സൈൻ 15 എന്ന് പറയുന്നത് ഏകദേശം 0.25 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ 2 ഇൻറ്റു സൈൻ 15 എന്ന് പറയുന്നത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഏകദേശ വാല്യൂ ആണ് 0.5 റേഞ്ചിൽ വരും. അപ്പൊ സൈൻ തീറ്റ 0.5 റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1/2 അല്ലേ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വരും. നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിൽ ചെയ്താണ് സൈൻ 30 ആണ് 1/2. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് 30 എന്ന് കിട്ടും. എന്തായാലും ഇവിടെ വാല്യൂ തന്നിരിക്കും, അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്തായാലും വാല്യൂ തന്നിരിക്കും. സൈൻ 15ന്റെ വാല്യൂ 0.2 സംതിങ് ആണ്, ആ റേഞ്ചിലാണ് വാല്യൂ വരുന്നത്. അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കുമ്പോഴത്തേക്ക് 0.25 സംതിങ് ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കുമ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഓപ്ഷൻ ശ്രദ്ധിക്കാം. അപ്പൊ ഓപ്ഷൻസിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ 30, 15, 7.5, 60 അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ അപ്രോക്സിമേഷൻസ് നടത്തിയാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ഫ്രം ദിസ് തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്ഷൻ എ അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതും ഈ ബ്രാഗ്സ് ഇക്വേഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദിക്കുള്ളൂ, കാരണം അത് സിലബസിൽ അത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 30 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു പവർ പോയിന്റ് നിങ്ങൾക്ക് തരും, പ്രൊവൈഡ് ചെയ്യും, ഫയലുണ്ടാവും. യെസ്, അടുത്ത ചോദ്യം. എ ക്രിസ്റ്റൽ എക്സിബിറ്റ് എ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ അറ്റ് 25 ഡിഗ്രി വിത്ത് വേവ് ലെങ്ത് 1.20 ആംഗ്സ്ട്രോം. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്, വേവ് ലെങ്ത് 1.2 ആണ്. ഡിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി ആണ്, ഇത്രയും തന്നിട്ടുണ്ട്. വാട്ട് wavelength would produce a second order diffraction at the same angle. ഇതേ ആംഗിൾ തന്നെയാണെങ്കിൽ, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആംഗിൾ, ഇവിടുത്തെ വേവ് ലെങ്ത് എന്നാണ് ചോദ്യം. ഇത് വളരെ ഈസിയാണ്, നമുക്ക് റേഷ്യോ എടുത്തൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ആദ്യത്തെ കേസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷനിൽ ഡിഫ്രാക്ഷൻ ആംഗിൾ 25 ഡിഗ്രി ആയിരുന്നു. അവിടെ കിട്ടിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1.20. സോ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇവിടെ എന്താണ്, ഇത് സെയിം ആണ്, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ സെയിം ആണ്. ഓക്കെ, വേറെ ഇന്റർപ്ലേനാർ സ്പേസിംഗിലൊന്നും വ്യത്യാസം വരും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഡി സെയിം ആണ്, തീറ്റ സെയിം ആണ്, ഇവർ രണ്ടുപേരും സെയിം ആണ്, ഇവർക്ക് രണ്ടുപേർക്കും ചേഞ്ച് ഇല്ല. ഡിയുടെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതേ സ്ലിറ്റിൽ തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. അപ്പൊ അതെന്തായാലും ചേഞ്ച് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ n1, അതായത് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്, ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ലാംഡ 1, ആ ഇതിന് ഉള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.20 ആംഗ്സ്ട്രോം. ഓക്കെ,
രണ്ടാമത്തെ കേസ് ഞാൻ ഇവിടെ എഴുതാം. രണ്ടാമത്തെ കേസിൽ N2 is equal to തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ. പക്ഷെ അവിടെ λ2 തന്നിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, λ2 നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിയും തീറ്റയും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ n λ is equal to എന്താണ്? n1 λ1 എന്ന് എടുത്താലും n2 λ2 എന്ന് എടുത്താലും അത് ഈ കോൺസ്റ്റന്റ് വാല്യൂ എന്തായിരിക്കും? 2d sin തീറ്റ തന്നെ ആയിരിക്കും. അതായത് n1 λ1 ഈക്വൽ ടു n2 λ2. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് λ2 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? λ2 is equal to n1 λ1 ഡിവൈഡഡ് ബൈ n2 എന്ന് എടുക്കാം. അപ്പൊ n1 1 ആണ്, λ1 എന്ന് പറയും. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എക്സാമിന് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. എക്സാമിന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വെറുതെ ഈ ഒരു റേഷ്യോ എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം n2 2 ഉം n1 1 ആണ്. അപ്പൊ n1 ബൈ n2 1/2 ആണ്. അതായത് λ1ന്റെ പകുതിയാണ് ആൻസർ. 1.2 12ന്റെ പകുതി 6 അല്ലേ? അപ്പൊ 1.2 എന്ന് പറയുമ്പോൾ 0.6 അതാണ് നമ്മുടെ ആൻസർ. അതായത് ഇപ്പോ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരിക്കലും ഇങ്ങനെ നമ്മുടെ എക്സാമിന് എഴുതി വെക്കരുത്. അപ്പോ ഇൻറ്റു 1.20 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ആൻസർ 0.6 ആണ്, മറ്റേ പകുതി. ഇവിടെ ആങ്സ്ട്രോമിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, വേറെ യാതൊരു കൺവേർഷനും ഇല്ല. ദാറ്റ് മച്ച് ഓഫ് ആങ്സ്ട്രോം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പിന്നെ അതിന് ബേസ് ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിൽ 3 പാർട്ടാണല്ലോ, സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, അങ്ങനെ 3 പാർട്ടാണല്ലോ. അപ്പൊ അതില് എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ, എല്ലാത്തിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബ്രാക്സ് ഇക്വേഷനിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വെലോസിറ്റീസ്, മോളിക്കുലാർ വെലോസിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിനെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോളിക്കുലാർ വെലോസിറ്റീസ് വെച്ചിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ VRMSന്റെയും V ആവറേജിന്റെയും അതുപോലെ ഉള്ള വാല്യൂസ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. പെർസെന്റേജ് കണ്ടുപിടിക്കാൻ, എറർ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ടൈപ്സ് ആണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലെ ഓരോ ഇക്വേഷൻസും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതെല്ലാം ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇനി ഉള്ളൊരു 10 ചോദ്യം നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ആവാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് 11th ക്വസ്റ്റ്യൻ, ഈ മൊഡ്യൂളിലെ 11th ക്വസ്റ്റ്യൻ. ഇഫ് ദ RMS വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് at a constant temperature is C, and the RMS velocity of oxygen gas at the same temperature എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ. RMS വെലോസിറ്റി എന്നായിരിക്കും ചോദിക്കുക. ഈ മോളിക്കുലാർ വെലോസിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന RMS വെലോസിറ്റീസ് ആയിരിക്കും. അപ്പൊ VRMSന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അറിയാം, VRMS is equal to എന്താണ്? √3RT/m. ഇതാണ് VRMSന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് VRMS ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. അപ്പോ V ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, അത് C ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V ഓക്സിജൻ ആണ്. ഞാൻ അതിനെ VO2 എന്ന് എഴുതാം. ഇവിടെ V എന്ന് പറയുമ്പോൾ RMS വെലോസിറ്റി ആണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതൊരു വേരിയബിൾ എങ്ങാനും കൊടുക്കാം. ഇപ്പൊ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം, എക്സാമിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. R കോൺസ്റ്റന്റ് ആണ്, T കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ എന്ന് തന്നിട്ടുണ്ട്. T കോൺസ്റ്റന്റ് ആണ്. So from this it is clear that VRMS is inversely proportional to square root of molar mass. Okay, ഈ ഇക്വേഷനിലെ 3R and T കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ആ പ്രൊപ്പോർഷനാലിറ്റി എടുക്കുമ്പോഴത്തേക്ക് VRMS is inversely proportional to √m. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് O2ന്റെ അല്ലേ? അപ്പൊ O2ന്റെ കണ്ടുപിടിക്കണമെന്നുള്ളതുകൊണ്ട് അത് ന്യൂമറേറ്ററിൽ വരണം. ഓക്കെ, VO2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ അത് ന്യൂമറേറ്ററിൽ വരണം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും. അപ്പൊ അവിടെ കുറച്ചുകൂടെ ടൈം വേസ്റ്റ് അല്ലേ. സോ നമുക്ക് RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ RMS വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ VO2/VH2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു എന്ത് വരും? ഒറ്റ റൂട്ടിനകത്ത് ഞാൻ എഴുതാം. അത് അല്ല ചെയ്യണമെന്ന് തോന്നില്ല. ഒറ്റ റൂട്ടിനകത്ത് റൂട്ട് അല്ലേ, അപ്പോ VO2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ VH2 ആയിരിക്കും മുകളിൽ, MH2 ആയിരിക്കും മുകളിൽ വരുന്നത്. അപ്പൊ മുകളിൽ എന്ത് വരും? മോളിക്കുലാർ മാസ് ഓഫ് H2 ഡിവൈഡഡ് ബൈ
മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് O2 ഇങ്ങനെയായിരിക്കും വരുന്നത്, തിരിഞ്ഞു വരും. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ O2 ആണെങ്കിൽ ഇവിടെ O2 ഡിനോമിനേറ്ററിലായിരിക്കും, കാരണം അവിടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമുക്ക് രണ്ടും അറിയാമല്ലോ, റൂട്ട് ഓഫ് H2 ഡയറ്റോമിക് ഹൈഡ്രജൻ ആണ്, അതിന്റെ മോളിക്കുലാർ മാസ് 2 ആണ്. O2 എന്ന് പറയുമ്പോൾ 32 ആണ്. ഓക്കെ, അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 16 എന്ന് വരും. അതായത് റൂട്ട് ഓഫ് 1/16, റൂട്ടിന് പുറത്തെടുക്കുമ്പോഴത്തേക്ക് 1/4 എന്ന് വരും. അപ്പോ VO2 ഈസ് ഈക്വൽ ടു VH2, ഇതങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, VH2 ഇൻറ്റു 1/4. അപ്പൊ നമുക്ക് VH2 ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, C ആണ്, അതായത് C/4 എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, C/4 ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. RMS എന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അടുത്തതിലേക്ക് പോവാണേ, ടൈമിന്റെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. യെസ്, അടുത്ത ടൈപ്പ്, the RMS speed of oxygen is V at a particular temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓക്സിജന്റെ RMS വെലോസിറ്റി V ആണ്. If the temperature is doubled. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ത് ടൈപ്പ് ആയിരുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ സ്പീഷീസുകളാണ്, ആ മോളിക്യൂൾസ് ആണ് മാറ്റിയത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഓക്സിജന്റെ RMS സ്പീഡ് എന്ന് പറയുന്നത് V ആണ്. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്, അപ്പൊ പുതിയ ടെമ്പറേച്ചർ എന്താണ്? നമ്മൾ ആദ്യത്തെ ടെമ്പറേച്ചർ T ആയിട്ട് എടുക്കണമെങ്കിൽ പുതിയ ടെമ്പറേച്ചർ T2 ആയിട്ട് എടുക്കാം. പുതിയ ടെമ്പറേച്ചർ നമ്മൾ T' എന്നാണല്ലോ ജനറലി റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ T' ഈസ് ഈക്വൽ ടു 2T നമുക്ക് എടുക്കാം. ഇനി അടുത്തത്, അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ട്. ദ ഓക്സിജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ഇൻടു ഓക്സിജൻ ആറ്റംസ്. ഡയറ്റോമിക് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? ഡയറ്റോമിക് ആയിട്ടുള്ള ഓക്സിജൻ ഈ ഹയർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? രണ്ട് ഓക്സിജൻ, നേസന്റ് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ RMS സ്പീഡ് എന്താവും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് RMSന്റെ ഇക്വേഷൻ മാത്രമേ അറിയാവൂ. VRMS is equal to root of 3RT/m. അപ്പൊ ഇവിടെ ചേഞ്ച് വരുന്ന എന്തിനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ, അപ്പൊ ഇത് VRMS ആണ്, അത് നമുക്ക് VO2 എന്ന് തന്നെ വിളിക്കാം, ഓക്സിജന്റെ ആദ്യത്തെ വെലോസിറ്റി. അപ്പൊ ഇവിടെ ചേഞ്ച് വരുന്ന എന്തിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ടെമ്പറേച്ചറിന്റെ ചേഞ്ച് മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അതേ സമയത്ത് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അറ്റോമിക് ഓക്സിജൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ O2ന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ GMM എന്ന് പറയുന്നത് 32U ആണ്. GMM എടുക്കുമ്പോൾ 32 ഗ്രാം, ഇവിടെ 32U. നമുക്ക് യൂണിറ്റ് അധികം ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ അത് എത്രയാവും? 16U ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ആ മോളിക്കുലാർ മാസും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ വരും? നമുക്ക് ടെമ്പറേച്ചർ ഡബിൾഡ് എന്ന് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഡബിൾ ചെയ്തിരിക്കുകയാണ്, ഡബിൾഡ്. അപ്പൊ നമുക്ക് പുതിയ ടെമ്പറേച്ചറിനെ T' എന്ന് വിളിക്കാമല്ലോ. T' ഈസ് ഈക്വൽ ടു 2T ആവും. അപ്പോ മോളിക്യൂളർ മാസ് എന്തായിട്ട് മാറും? M' ബിക്കംസ് എന്താണ്? M/2 ആയിട്ട് മാറും. ഓക്കെ, M' ഈസ് ഈക്വൽ ടു M/2 ആയിട്ട് മാറും. രണ്ടായിരുന്ന ഒന്നായിട്ടുള്ള ഓക്സിജൻ, ഡയറ്റോമിക് ആയിട്ടുള്ള ഓക്സിജൻ, അത് രണ്ടുപേരായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ V' അല്ലെങ്കിൽ V'(O2) പുതിയ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? 3 into R into 2T ഡിവൈഡഡ് ബൈ താഴെ M/2 എന്ന് വരും. എല്ലാ റൂട്ടിനകത്താണ്. അപ്പോ ഡിനോമിനേറ്ററിലെ 2 നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. മുകളിൽ ഓൾറെഡി ഒരു 2 ഉണ്ട്. 2 into 2 4 ആവും. അപ്പൊ റൂട്ട് ഓഫ് 4 into ഈ 3 ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, 3RT/m എന്ന് വിളിക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് റൂട്ടിനകത്തുള്ള 4നെ നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഇത് 2 ആവും. അപ്പൊ 2 റൂട്ട് 3RT/m എന്ന് വരും. ഓക്കെ, അപ്പോ ഈ റൂട്ട് VO2 എന്ന് പറയുന്നത് V ആണെന്ന് നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3RT/m ഇതിനെ ഇക്വേഷൻ 1 എന്ന് ഞാൻ വിളിക്കാം. അപ്പൊ ഈ 3RT/m എന്ന് പറയുന്നത് V ആണ്. അങ്ങനെയാണെങ്കിൽ V' ഇപ്പൊ എത്ര? ടെമ്പറേച്ചർ ഡബിൾ ചെയ്തപ്പോ ആ മോളിക്യൂള് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ V' എന്തായിട്ട് മാറിക്കാണും? 2 into V ആയിട്ട് മാറിക്കാണും. ഓക്കെ, സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 2V, രണ്ടിരട്ടിയായി, അത് ഡബിൾ ചെയ്തു. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക.